നമസ്കാരം. ബ്രേക്കിംഗ് നൗവിലേക്ക് സ്വാഗതം. ഭരണകർത്താക്കളുടെ അഴിമതിക്കെതിരെയുള്ള വലിയ പ്രതികരണമാണ് ഒരർത്ഥത്തിൽ നവമാധ്യമങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്യുന്നത്. പുതിയ വിവാദത്തിന് വഴിവെച്ച് PC ജോർജിന്റെയും ഒപ്പം ബിജു രമേശിന്റെയും R ബാലകൃഷ്ണപിള്ളയുടെയും ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതിന് ശേഷം ഇക്കാര്യങ്ങളൊന്നും താൻ അറിഞ്ഞിട്ടില്ല, ബാലകൃഷ്ണപിള്ള തന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു പൊതുപ്രസ്താവന നടത്തിയുണ്ടായി. ഇതേ കാര്യം തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. അതിന് വലിയ അർത്ഥത്തിലുള്ള വലിയ തലങ്ങളിലുള്ള കമന്റുകളാണ് ഉണ്ടായത്. ആദ്യം ആ റിപ്പോർട്ടിലേക്ക്. R ബാലകൃഷ്ണപിള്ള, ബിജു രമേശ്, PC ജോർജ് ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് ശേഷം മാണി കോഴ വാങ്ങിയ കാര്യം താൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞിരുന്നു എന്ന വാർത്ത R ബാലകൃഷ്ണപിള്ള പറഞ്ഞതിനു ശേഷം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്കിൽ തിങ്കളാഴ്ച 3:48 മുഖ്യമന്ത്രി ഒരു വിശദീകരണം പോസ്റ്റ് ചെയ്തിരുന്നു. ശ്രീ R ബാലകൃഷ്ണപിള്ള ധനകാര്യമന്ത്രിക്കെതിരെ എന്തൊക്കെയോ പറഞ്ഞു. എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല. വിവാദത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അങ്ങനെ തുടങ്ങി ആരു വിചാരിച്ചാലും സർക്കാരിനെ ഒന്നും ചെയ്യാനാകില്ല എന്നിടത്ത് അവസാനിക്കുന്നു പോസ്റ്റ്. 500-ൽ പരം കമന്റുകളാണ് ഈ പോസ്റ്റിന് മാത്രമുണ്ടായത്. അതിലൊരാൾ പോലും മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നില്ല. മാത്രമല്ല, സഹികെട്ട ഒരു ജനതയ്ക്ക് എങ്ങനെ പ്രതികരിക്കാനാകും സോഷ്യൽ മീഡിയയിലൂടെ എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഈ കമന്റുകളെ ചൂണ്ടിക്കാട്ടാം. ഈ പോസ്റ്റിൽ ഒരിടത്ത് പോലും അഴിമതി നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. മറിച്ച് രാജിവെക്കില്ല എന്ന് മാത്രമാണ് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത്. പലരും രൂക്ഷമായ ഭാഷയിൽ അതിനെ വിമർശിക്കുന്നുണ്ട്. ജനപിന്തുണയുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തെ ജനങ്ങൾ തിരുത്തുന്നത് ഇങ്ങനെ: ജനപിന്തുണ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ കമന്റുകൾ ചെയ്ത ഞങ്ങളെ കൂടിയല്ലേ സർ? ഈ കമന്റുകൾ മാത്രം വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ജനപിന്തുണ എത്രത്തോളമാണെന്ന്. ഉളുപ്പെന്നൊരു സാധനം വേണം സർ. നിയമത്തിന്റെ വഴിക്കല്ല, പാലാ വഴിക്കാണെങ്കിൽ ആ പൂഞ്ഞാറ്റിൽ കൂടിയൊന്ന് ചവിട്ടിയേച്ചു പോണേ എന്നുപദേശിക്കുന്നുണ്ട്. നാണം, മാനം തുടങ്ങിയവയുടെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ കഴിക്കുന്ന മരുന്നേതാണ്? മരിച്ചാൽ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കരുത്. കീറി മുറിക്കാൻ ആ കുട്ടികൾ പാടുപെടും. ഇതൊക്കെ അനവധി കമന്റുകളിൽ ചിലത് മാത്രം. ആര് വിചാരിച്ചാലും രാജിവെക്കില്ല എന്ന അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തെ പലകുറി ചോദ്യം ചെയ്യുന്നുണ്ട് ആൾക്കാർ. ആൾക്കൂട്ടത്തിൽ വിവസ്ത്രനായി നിൽക്കുന്നത് പോലുള്ള അവസ്ഥ തോന്നുന്നില്ലേ? അങ്ങനെ നിരവധി. ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ സാർ നിങ്ങൾക്ക് എന്ന് ഉപദേശിക്കാനും മറക്കുന്നില്ല ചിലർ. ഇതിനുശേഷം റൺ കേരള റണ്ണുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. തുടക്കത്തിൽ തന്നെ അതിന്റെ കമന്റ് ഇങ്ങനെയായിരുന്നു: ഓടിക്കോ, ആ മാണിയെയും വിളിച്ചോളൂ, എന്നിട്ട് തിരിച്ചു വരാതിരുന്നാൽ മാത്രം മതി. തുടർന്ന് മുഖ്യമന്ത്രി ചെയ്ത 4ഓളം പോസ്റ്റുകളിലും ഈ വിഷയം തന്നെയാണ് കമന്റിന് ആധാരം. ഇനി ഇങ്ങനെ ക്രിയാത്മകമായി പ്രതികരിച്ചവർക്കെതിരെ സൈബർ കുറ്റകൃത്യ നിയമപ്രകാരം കേസെടുക്കാനുള്ള സാധ്യതയും വിദൂരമല്ല. മാണി സാറിന് എൻ്റെ വക 500 എന്ന പേരിൽ സംവിധായകൻ ആഷിഖ് അബു ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം ക്യാമ്പയിൻ നടത്തിയത് വൈറലായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രതികരണമായി ഈ കമന്റുകളെ കാണാം. ന്യൂസ് ഡെസ്ക്. ഒരർത്ഥത്തിൽ വലിയ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഈ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിന് ശേഷം വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ന്യൂസ് റൂമിൽ ഫക്രുദ്ദീൻ അലി, ഒപ്പം ബ്ലോഗർ ബഷീർ വള്ളിക്കുന്ന്, അദ്ദേഹം കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബഷീർ വള്ളിക്കുന്ന്, യഥാർത്ഥത്തിൽ വളരെ സജീവമായി നവമാധ്യമങ്ങൾ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം നിൽക്കുന്നത്. തിരുത്തേണ്ടതിനെ തിരുത്തുകയും അനുകൂലിക്കേണ്ടതിനെ അനുകൂലിക്കുകയും വിമർശിക്കേണ്ടതിനെ വിമർശിക്കുകയും ചെയ്യുന്ന വളരെ ക്രിയാത്മകമായ ഒരു സജീവത അത് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ ഇന്ന് വലിയ തരംഗമുയർത്തിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്റെ വക 500 എന്ന ഹാഷ്ടാഗിലൂടെ പ്രചരിക്കുന്ന കാര്യങ്ങൾ. നോക്കൂ നിങ്ങൾ, നമ്മളുടെ രാജ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു മന്ത്രി, അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അബ്കാരികളുമായും മദ്യലോബിയുമായും കോൺട്രാക്ടർമാരുമായും റൗഡികളുമായും ഒക്കെ ചർച്ച നടത്തി അവരിൽ നിന്ന് കാശ് വാങ്ങി ബജറ്റിൽ ഏതൊക്കെ വകുപ്പിന് ടാക്സ് ചുമത്തണം, ഏതൊക്കെ വകുപ്പിന് ടാക്സ് ചുമത്തരുത് എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എവിടെ എത്തി നമ്മുടെ നാട് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്.
അത്തരമൊരു അധപ്പതനത്തിനെതിരെ സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണമാണ് ഇന്നലെ ആഷിഖ് അബുവിന്റെ ഹാഷ്ടാഗിൽ നിന്നും എന്റെ വക 500 ഇങ്ങനെ പണത്തോട് ആർത്തിയുള്ള പണം കൊണ്ട് വയറ് നിറക്കാൻ നടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ആർത്തിപ്പണ്ടാരങ്ങൾക്ക് ഞങ്ങളുടെ വക 500 രൂപ ഇതാ നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹാഷ്ടാഗ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. എത്ര ദാരുണമായ അവസ്ഥയാണത്. എനിക്ക് പറയാനുള്ളത്, ഇനി മേലാൽ നിയമസഭയിൽ നിന്ന് മഹാത്മാഗാന്ധിജിയുടെ ചിത്രം എടുത്തു മാറ്റി അവിടെ വീരപ്പന്റെ ചിത്രം വെക്കട്ടെ, എന്നിട്ട് കക്കുകയും മുടിക്കുകയും ചെയ്യട്ടെ. ജനങ്ങളുടെ പ്രതികരണമാണ് ഈ വരുന്നത്. എന്താണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ സംഗതികൾ മനസ്സിലാക്കാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്നലെ ഒരു ചർച്ചയിൽ കേരള സർക്കാരിന്റെ ചീഫ് വിപ്പ് ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്ന വാചകങ്ങൾ നാളെ വന്നു പോയി കേട്ടിട്ട് തന്തക്ക് വിളിക്കുകയാണ് പരസ്പരം ചാനലിരുന്നുകൊണ്ട്. ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത രാഷ്ട്രീയ നേതാക്കന്മാർ, കേരളത്തിന്റെ ചീഫ് വിപ്പ് പദവിയിൽ വരെ ഇരിക്കുന്ന ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാർ, അവരാണ് ടി വിയിലിരുന്ന് ഒരുവനെ തന്തക്ക് വിളിക്കുന്നത്. എന്തൊക്കെയാണ് നാം കേൾക്കുന്നത്? എവിടെ എത്തി നമ്മുടെ സംസ്കാരം? എവിടെ എത്തി നമ്മുടെ നാടിന്റെ രാഷ്ട്രീയം? ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നു. പുറം ലോകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ചത്തുകിടക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന യുവാക്കൾ ചത്തുകിടക്കുകയില്ല എന്നതാണ് ആഷിഖ് അബുവിന്റെ എന്റെ വക 500 എന്ന ഹാഷ്ടാഗിലൂടെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഇതൊരു ദൗത്യമായി, ഇതൊരു തരംഗമായി മാറാൻ പോവുകയാണ്. മുഖ്യമന്ത്രി രാജിവെക്കണമോ അല്ലയോ എന്നതല്ല പ്രശ്നം. അഴിമതിക്കെതിരെയുള്ള അന്വേഷണങ്ങളിൽ, അഴിമതിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ മാന്യമായ അന്വേഷണം നടക്കണം. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിയമവകുപ്പിന്റെ മന്ത്രി, അദ്ദേഹം കൈക്കൂലി വാങ്ങി, അദ്ദേഹം കോഴ വാങ്ങിയിരുന്ന അദ്ദേഹത്തിന് അറിയാം, മുഖ്യമന്ത്രിക്കറിയാം, PC ജോർജിനറിയാം, ബാലകൃഷ്ണ പിള്ളക്കറിയാം, സമൂഹത്തിലെ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. എന്നിട്ടും അതിനെ അന്വേഷിക്കാനുള്ള വിജിലൻസിന്റെ തലവനായിട്ട് നിയമമന്ത്രി തന്നെയാണ് ഇരിക്കുന്നത്. എവിടെയാണ് അന്വേഷണം നടക്കുന്നത്? തീർച്ചയായും ദയവായി തുടരുക. താങ്കളുടെ സാന്നിധ്യം ആവശ്യമുള്ളത് കൊണ്ട് കൂടിയാണ്. ഫക്രുദ്ദീൻ അലി ന്യൂസ് റൂമിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫക്രുദ്ദീൻ, യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ വലിയ പ്ലാറ്റ്ഫോം അതായിട്ടാണ് നവമാധ്യമങ്ങളെ കാണുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത്, എന്തു വന്നാലും ഈ സർക്കാരിനെ താഴെ ഇറക്കാനാവില്ല, ഞങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട്. ഇതിൽ കമന്റ് ചെയ്തിരിക്കുന്നതിൽ ഏറെ കൂടുതലും ആളുകൾ പറഞ്ഞിട്ടുള്ളത്, സർ ഞങ്ങളല്ലേ ജനങ്ങൾ. അങ്ങനെയാണ് ആ പിന്തുണയെങ്കിൽ താഴേക്കുള്ള കമന്റിൽ നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. വളരെ കാതലായ ഒരു ചോദ്യം കൂടിയല്ലേ ഫക്രു? അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ്. ഇടയ്ക്ക് BJP-കാരുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ എന്നോട് BJP-യുടെ നേതാവ് പറയണ്ടേ, ഞങ്ങൾക്ക് ജനപിന്തുണയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അംഗീകരിക്കണോ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഈ ഒരു വിചാരം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ പൊതുവേ ഉണ്ട്. വലതുപക്ഷത്തിന് BJP-യും കോൺഗ്രസിനും വളരെ അധികമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കള്ളപ്പണം ഒഴുകും, വികസനം നടക്കുമെന്നായിരുന്നു നമ്മുടെ നാട്ടിൽ പൊതുവെ പറഞ്ഞുകൊണ്ടിരുന്നത്. LDF ഭരിച്ചു കഴിഞ്ഞാൽ വികസനമൊക്കെ നടക്കും, പണത്തിൻ്റെ ഒഴുക്ക് കുറയും. ഈ അടുത്ത കാലഘട്ടം വരെ നമ്മൾ സത്യത്തിൽ ഈ കള്ളപ്പണം UDF ഭരിച്ചാൽ ഒഴുകുമെന്ന് കേട്ടു എന്നല്ല നമുക്ക് തെളിവില്ലായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിൻ്റെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ കാണുന്നത് ഒന്നിന് പോയ ഒന്നായിട്ട് അഴിമതി, കള്ളപ്പണവുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇവരാണ്. ഈ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നിന് പോയ ഒന്നായിട്ട് കോടതികളിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം വരുന്നു. കേരളത്തിൽ ഇതുവരെയുള്ള ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ മുഖ്യമന്ത്രിമാർ കോടതിയിൽ നിന്ന് പരാമർശം വന്ന രാജിവെച്ച് മാറി നിൽക്കാറുണ്ട്. ആ ഒരു സാമാന്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കീഴ്വഴക്കം പോലും ഉമ്മൻചാണ്ടി ദീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് യുവാക്കളുടെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഉമ്മൻചാണ്ടിയുടെ ധാർഷ്ട്യം. പലപ്പോഴും പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, അവർ പല പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് വന്ന നാട്ടുകാരുടെ ഇടപെട്ട് പ്രവർത്തിക്കുന്നവരുടെ അവരുടെ ബോഡി ലാംഗ്വേജും അങ്ങനെയാണ്. അവർക്ക് ഭയങ്കര ധാർഷ്ട്യം എന്ന് പറഞ്ഞ ആളുകൾ ഉമ്മൻചാണ്ടിയെ പറ്റി ഇപ്പം എന്താണ് പറയാനുള്ളത്? ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. ഈ രണ്ട് പ്രശ്നങ്ങൾ ആത്യന്തികമായി വിരൽ ചൂണ്ടുന്നത് അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്നത് നമ്മളെ കരുണാകരനാണ്. അല്ല, കരുണാകരൻ 1-2 തവണ രാജിവെച്ച് മാറുന്ന ആളാണ്. ജസ്റ്റ് പരാമർശം വന്നിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് സംശയം അദ്ദേഹത്തിന് നീണ്ടതുകൊണ്ട്. പക്ഷെ ഇപ്പൊ എന്താണ് സ്ഥിതി? ഇപ്പൊ കരുണാകരനെതിരെ കേസ് നടത്തിയിരുന്ന അബാബ് രാജേന്ദ്രൻ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ മാത്രമല്ല, ഒരുപക്ഷെ സെക്രട്ടേറിയറ്റ് തന്നെ പോയി മുഖ്യമന്ത്രി ആക്രമിക്കുമെന്ന് എനിക്ക് ഭയമുണ്ട്. തീർച്ചയായും. കാരണം ആ കമന്റുകളാണ് ഏറ്റവും, അതിനെയാണ് ഒറ്റ വാക്കുകളിൽ അവരുടെ കമന്റ് ഇട്ടവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തൊലിക്കട്ടി എന്ന് അവർ വിശേഷിപ്പിച്ചിരുന്നത്. ഇത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കരുത്, കത്തി കീറിപ്പോവും, ഒടിഞ്ഞു പോവും, അത് കീറി മുറിക്കാൻ എന്നതടക്കമുള്ള അവരുടെ ഭാഷയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഒരു പ്രേക്ഷകൻ വക്കച്ചൻ ആലുവയിൽ നിന്ന്. വക്കച്ചൻ പറഞ്ഞോളൂ. നാട് ഈ സർക്കാർ അഴിമതിയുടെ മാത്രം നാടാക്കി മാറ്റിയിരിക്കുന്നു. ക്രിമിനലുകളുമായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ചങ്ങാത്തം നന്മയിലേക്കല്ല, കേരളത്തെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്. കാര്യസാധ്യത്തിനായി ബന്ധപ്പെട്ടവർ മന്ത്രിമാർക്ക് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അവർ പിടിച്ചു വാങ്ങിയ കോടികൾ ജനം അറിഞ്ഞതിന്റെ എത്രയോ ഇരട്ടിയാണ്. ആരോപണ വിധേയരായവരുടെ ശരീരഭാഷയിൽ നിന്ന്
സാധാരണക്കാരന് പോലും മനസ്സിലാവും ഇവർ കൊടുക്കുറ്റവാളികളാണെന്ന്. നല്ല വെള്ള ചമയാൻ വേണ്ടി ഇവർ ശ്രമിക്കും തോറും ഇവരുടെ പൊയ്മുഖം ചീന്തിയെറിയപ്പെടുകയാണ്. തീർച്ചയായും വളരെ നന്ദി. വക്കച്ചൻ എന്ന പ്രേക്ഷകനാണ് ആലുവയിൽ നിന്ന് പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റിനെതിരെ വന്ന വിമർശനങ്ങൾ, കമന്റുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്. വലിയ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അത് ഉണ്ടാക്കിയത്. ബഷീർ വള്ളിക്കുന്ന് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ശ്രീ ബഷീർ വള്ളിക്കുന്ന് ടെലിഫോൺ ലൈനിലുണ്ടല്ലോ അല്ലേ? ഈ ഭരണകർത്താക്കൾ അഴിമതികളിൽ മുങ്ങുമ്പോൾ അതിനെതിരെയുള്ള ഒരു വലിയ പ്രതികരണം യഥാർത്ഥത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വളരെ ക്രിയാത്മകമായി അതിനെ ഉൾക്കൊള്ളുന്നുണ്ട് ഭരണാധികാരികൾ. ഇവിടെ ഈ നവമാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എങ്കിൽ, അവരുടെ നാവാണ് എങ്കിൽ, അവരുടെ അഭിപ്രായത്തിന് വലിയ വില കൊടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും നവമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത് പൊതുജനങ്ങളുടെ വികാരമാണ്. ഇപ്പൊ ഏത് വിഷയത്തിലും നവമാധ്യമങ്ങളിലാണ് ഇന്ന് പ്രതികരണങ്ങൾ ആദ്യമായി വരുന്നത്. നമുക്കറിയാം, സാമൂഹികമായ പല മാറ്റങ്ങൾക്കുമുള്ള കാറ്റ് ഇന്ന് നവമാധ്യമങ്ങളിലാണ് തുടക്കത്തിൽ അടിച്ചു വീശുന്നത്. ആ കാറ്റാണ് പിന്നീട് സമൂഹത്തിലേക്ക് മാറുന്നത്. ലോകത്ത് പലയിടത്തും നമുക്ക് ഈ വിഷയത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ നവമാധ്യമങ്ങളിൽ കാണുന്ന പ്രതികരണങ്ങളെ ജനങ്ങളുടെ വികാരമായി, ജനങ്ങളുടെ മനസ്സായി, ജനങ്ങളുടെ ഹൃദയമായി കാണുവാൻ ഭരണതലത്തിലിരിക്കുന്ന ആളുകൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും സാധിക്കണം. ഇന്നിപ്പോ തന്നെ മുഖ്യമന്ത്രിയുടെ ആ പേജിൽ കാണുന്ന കമന്റുകൾ ആലോചിച്ച് നോക്കുക. അതിൽ ആളുകൾ പറയുന്ന ഭാഷയോടും അവരുപയോഗിക്കുന്ന രീതിയോടും ഒന്നും വ്യക്തിപരമായി യോജിപ്പില്ലെങ്കിൽ കൂടി അതൊരു വികാരമാണ്, അതൊരു തരംഗമാണ്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ പേജിൽ അദ്ദേഹത്തെ അനുകൂലിച്ചുള്ള പ്രതികരണങ്ങളുടെ കുത്തൊഴുക്ക് കാണാറുണ്ടെങ്കിൽ ഇന്നലെയും ഇന്നുമായി അദ്ദേഹത്തും ഇടുന്ന എല്ലാ സ്റ്റാറ്റസുകളിലും ആളുകളുടെ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. വികാരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഭരണാധികാരികൾ, ജനങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഭരണാധികാരികൾ അവരുടെ കുഴി തോണ്ടുകയാണ് എന്ന് മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ പറയാൻ സാധിക്കൂ. അതെ, താങ്കളെ സൂചിപ്പിച്ച അത് തന്നെയാണ്. കാരണം ആ റൺ കേരള റണ്ണുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 3ഓളം പോസ്റ്റുകൾ താഴെ ചെയ്തിട്ടുണ്ട്. ഇതിനനുബന്ധമായ കമന്റുകളാണ് ഒരർത്ഥത്തിൽ അതിൽ പോലും ഉണ്ടാകുന്നത്. ശ്രീ ബഷീർ വള്ളിക്കുന്ന്, നമുക്കറിയാം, ഇപ്പൊ ബിജു രമേശിനെ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ തെളിയിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് PC ജോർജ് പറഞ്ഞിരുന്നത്. ആത്മഹത്യ ചെയ്യുമെന്നാണ് PC ജോർജ് പറഞ്ഞിരുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ ബിജു രമേശുമായി ബന്ധപ്പെടുന്നതിന്റെ ടെലിഫോൺ സംഭാഷണങ്ങൾ ഇന്നലെ ചാനലുകളിലൊക്കെ നിരന്തരമായി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് പറയാനുള്ള, ഇത്തരം ആളുകളെ വീണ്ടും ചാനലുകളിൽ വിളിച്ചിരുത്തി നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം അതായിരുന്നു. പക്ഷേ അത്തരത്തിൽ കർശനമായ ചോദ്യങ്ങൾ അദ്ദേഹം ഇന്നലെ ഇന്നും നേരിട്ടിട്ടില്ല. വീണ്ടും അദ്ദേഹം കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും ചാനലുകളിൽ ഒരു സിനിമാ താരം പോലെ പ്രത്യക്ഷപ്പെടുകയാണ്. ഇത്തരം ആളുകൾക്ക് വളം വെച്ച് കൊടുക്കുന്ന ചാനലുകളും നിങ്ങളെപ്പോലുള്ള അവതാരകന്മാരും സത്യത്തിൽ ഇതിൽ കുറ്റക്കാരാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളുടെ വികാരം മാനിക്കുക, ജനങ്ങളിൽ നിന്ന് ഉയരുന്ന ചർച്ചകളെയും അവരുടെ അഭിപ്രായങ്ങളെയും ബഹുമാനിക്കുക. നമുക്കറിയാം, അർത്ഥത്തിൽ ഒരു ഏകാധിപത്യ സ്വഭാവം ലോകത്തെവിടെയും അത് വിജയിക്കില്ല. അങ്ങനെ വളരെ ക്രിയാത്മകമായി ഞങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഈ പ്ലാറ്റ്ഫോമിൽ താങ്കളെ വിളിച്ചത് കൂടി. ശ്രീ ബഷീർ വള്ളിക്കുന്ന്, ഞാൻ മനസ്സിലാക്കുന്നു, ഞാനത് അംഗീകരിക്കുകയും ചെയ്യുന്നു. വളരെയധികം നന്ദി. ഈ അവസരത്തിൽ ഞങ്ങൾക്കൊപ്പം ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന് ശ്രീ ബഷീർ വള്ളിക്കുന്ന്. ഒരു പ്രേക്ഷകൻ കൂടി ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിനേശൻ ആണ് ചേർത്തലയിൽ നിന്ന്. ദിനേശൻ, പറഞ്ഞോളൂ. സാർ, ഈ ടൈറ്റാനിയം കേസിൽ നിന്നും ഉമ്മൻചാണ്ടിനെ ഒഴിവാക്കിയതും ചെമ്മീത്തലിനെ ഒഴിവാക്കിയതും എന്തുകൊണ്ടാണ് മനസ്സിലാകുന്നില്ല സാർ. എങ്ങനെ? ടൈറ്റാനിയം കേസിൽ നിന്നും ചെമ്മീത്തലിനെ ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കി എന്തുകൊണ്ടാണ്? തീർച്ചയായും ശ്രീ ദിനേശൻ, വളരെ വിശദമായ ചർച്ച ആവശ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്, ഒരു ചോദ്യം കൂടിയാണ് അത്. നമ്മുടെ വിഷയം അതല്ല എന്നുകൂടി ഞാൻ ഒന്ന് ശ്രദ്ധിക്കട്ടെ. ബാക്കി തുടർന്നുള്ള ചർച്ച കൂടി താങ്കൾ കാണൂ. ഫക്രുദ്ദീൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശ രാജ്യങ്ങളിലടക്കം വളരെ സജീവമായ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ അഭിപ്രായത്തെ അവർ സ്വീകരിക്കുകയും ക്രിയാത്മകമായി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇത്രത്തോളം വലിയ ജനവിമർശനം ഉണ്ടാകുന്നൊരു സാഹചര്യത്തെ കൂടി എങ്ങനെയാണ് നമുക്ക് കണക്കിലെടുക്കേണ്ടി വരിക? അല്ല, ഇതിൻ്റെ ഒരു കാര്യം വെച്ചാൽ ശരിക്കും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ 4th എസ്റ്റേറ്റ് ആണല്ലോ, 4ാമത്തെ നെടും തൂണാണ് സത്യത്തിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ. അതിൽ ഇന്നിപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് വന്നിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റ് ശരിക്കും നമ്മൾ ജനങ്ങളുടെ ഒരു പ്രാഥമിക അഭിപ്രായമായിട്ടും അതേസമയം അവരുടെ ആഴത്തിലുള്ള അഭിപ്രായമായിട്ടും അവരുടെ മനസാക്ഷിയായിട്ടൊക്കെ നമ്മൾ കരുതേണ്ടതാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവിക്കാൻ പോകുന്നത് ജനങ്ങളാകെ ഡിസൊല്യൂഷൻഡ് ആകുന്ന അവസ്ഥയിൽ അവർ അരാഷ്ട്രീയവാദികളാവും,
അരാജകത്വവാദികളാവും. ഇങ്ങനെ ഒരു ജനസമൂഹത്തിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്ന പല രൂപത്തിലുള്ള ഫാസിസ്റ്റ് സംഘടനകൾക്കാണ്. കാരണം ദൈവങ്ങളെല്ലാം പരാജയപ്പെടുന്നു. ജനാധിപത്യം, സോഷ്യലിസം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ ജനാധിപത്യം പറയുന്നത്. ദൈവങ്ങളെല്ലാം പരാജയപ്പെടുമ്പോൾ ജനങ്ങൾ അസുരന് നേരെ തിരിയും. എങ്കിലും ഒരു അസുരനെ പരീക്ഷിക്കാം എന്ന് വിചാരിക്കും. കോൺഗ്രസിൻ്റെ UPA 2 ഗവൺമെൻറ്റുകൾ നടത്തിയ അഴിമതിയുടെ ഫലമാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്ന BJP ഗവൺമെൻറ്റും അവർ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയും കമ്മ്യൂണലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം മഹാരാഷ്ട്രയിൽ നടന്ന ഇലക്ഷനിൽ ഒരു തീവ്ര മുസ്ലിം പാർട്ടിക്ക് 2-3 സീറ്റുകൾ കിട്ടി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ജനങ്ങൾക്ക് ഗതി കെടുമ്പോൾ അവർ പ്രതികരിക്കുന്നതാണ്. ഈ ഒരു അവസ്ഥ കേരളത്തിൽ വരാതിരിക്കണമെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ യുവത്വം കാണിച്ചിട്ടുള്ള ഈ ഒരു തൻ്റെയാണ് അവരുടെ ഈ പ്രതികരണം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭരണാധികാരികൾ അതിനനുസരിച്ച് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പെരുമാറണം. ഇല്ലെങ്കിൽ നാളെ ഈ ചുവരുണ്ടെങ്കിലല്ലേ അവർക്ക് ചിത്രം എഴുതാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ IT ആക്ട് ഈ കമന്റ് ചെയ്തതിന് ഈ കുട്ടികൾ ഈ ചെറുപ്പക്കാർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റും. നമ്മളിപ്പം ശിവസേനയായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാൽത്താക്കറായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതെല്ലാം ബോംബെയിലൊക്കെ കണ്ടതാണ്. ഈ രീതിയിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൂടി നമ്മൾ എടുത്തു മാറ്റേണ്ടതുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ്. 66A എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് ഇപ്പം ഇന്ന് സുപ്രീം കോടതി ഗവൺമെന്റിനോട് അതിന് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ഈ വകുപ്പ് എന്ത് ചെയ്യണം? കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഈ നടത്തിയ കമ്പനി പോലും ഭരണകൂടത്തിന് ജനങ്ങൾക്ക് വേണ്ടി നടപടി എടുക്കാൻ പറ്റും. ഈ ഒരു പ്രശ്നം കൂടി നമ്മുടെ നടുവിലുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു കാര്യം കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും അത് വളരെ സജീവമായി തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് വരുന്ന മണിക്കൂറുകളിൽ തന്നെ നമ്മൾ കാണേണ്ടതുമാണ്. ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ആഷിഖ് കപൂറിന്റെ ഹാഷ്ടാഗുമായി ബന്ധപ്പെട്ടാണ് അഴിമതിക്ക് 500 എന്ന തരത്തിൽ അത് വലിയ വൈറലാവുകയും ആ തരത്തിൽ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ കൂടി നമുക്ക് ഇതിനെ കാണാമോ, ഇന്നത്തെ ഈ സംഭവ വികാസങ്ങളെ? തീർച്ചയായും അങ്ങനെ തന്നെ കാണണം. കാരണം ആഷിഖ് കപൂറിനെ പോലെയുള്ള ആളുകൾ പ്രത്യേകം വെച്ചാൽ പലപ്പോഴും അവർ കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. അവർക്കുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ പറയുമ്പോൾ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഇന്ന് ഇത്രമാത്രം ഒരു കമന്റ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് സരിത ഇഷ്യൂ ഒക്കെ. അന്നില്ലാത്ത രീതിയിൽ ഒരു പ്രതികരണം ഇന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ 2-3 കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. ഇന്നലെ PC ജോർജും ബിജു രമേശുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണുന്ന ചർച്ചകൾ, അതുപോലെ തന്നെ ഇപ്പോൾ യൂത്തിൻ്റെ വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഈ രീതിയിലൊക്കെയാണ് ഒരു ടെലിവിഷൻ ചാനലിൽ ഇരുന്ന് പലപ്പോഴും സംസാരിക്കുന്നത്. നമ്മളൊക്കെ ടെലിവിഷൻ ചാനലിൽ ഇരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പ്രതികരിക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ മര്യാദ, ഒരു ജനാധിപത്യ ബോധമാണ് നമ്മളെ തടയുന്നത്. ആ ഒരു ജനാധിപത്യ ബോധം എന്തുകൊണ്ട് UDFന്റെ നേതാക്കന്മാർക്ക് ഉണ്ടാവുന്നില്ല? ആ ജനാധിപത്യത്തിന് പുറത്ത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ ഒരു പ്രശ്നം, ആ ഒരു ചോദ്യമാണ് ആഷിഖ് കപൂറിന്റെ കമന്റ്. അത് വളരെ സിമ്പിളായ ഒരു കമന്റ് അല്ലേ? 500 രൂപ ഞാൻ തന്നിരിക്കുന്നു, എനിക്ക് തോന്നിയ ഒരു കമന്റ് ഞാൻ കൊടുക്കുക 500 രൂപ. ഉമ്മൻചാണ്ടി ഈ പറയുന്ന മാണിക്ക് 50 വർഷത്തോളം നമ്മുടെ മാത്രമല്ല ഫക്രുദ്ദീൻ, ഒരാൾ 500 രൂപ അയച്ചു കൊടുക്കുകയും അതിന്റെ റെസിപ്റ്റ് പോസ്റ്റ് ചെയ്തു എന്നുള്ളത് കൂടിയാണ് കൗതുകകരം. ഇതിന്റെ വേറൊരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിക്ക് ഈ തോള വിവാദം നടന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രിക്ക് ഫോണില്ല, പിന്നെ എങ്ങനെ സരിത വിളിക്കുമെന്നായിരുന്നു. ഒരാൾ എന്ത് ചെയ്തു? ഫോണും അയച്ചു കൊടുത്തു. ഈ രീതിയിൽ വ്യത്യസ്തമായ സമരരൂപങ്ങൾ ഫേസ്ബുക്കിലൂടെ ട്വിറ്ററിലൂടെ അല്ലാതെ എല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരുന്നു. പ്രതിഷേധങ്ങൾ ജനങ്ങൾ അറിയിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ അവസ്ഥയാണ്. പക്ഷേ എല്ലാ കാലവും ജനങ്ങൾ ഈ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവർ മിണ്ടാതിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ഒരു ചുവരെഴുത്താണ്. ഇത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ദുരന്തമായിരിക്കും. യെസ്, ഷാജൻ സ്കറിയ, മറുനാടൻ മലയാളി എഡിറ്റർ, അദ്ദേഹം കൂടിയുണ്ട് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ ഷാജൻ സ്കറിയ, ഒരർത്ഥത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങളുടെ അഭിപ്രായ പ്രകടനം എന്നുകൂടി നമുക്കതിനെ വിശേഷിപ്പിക്കാമോ, ഈ ചുവരെഴുത്തിനെ? തീർച്ചയായും. കാരണം ഈ പണ്ടില്ലാത്ത ഒരു സ്വാതന്ത്ര്യമാണ് ഈ സോഷ്യൽ നെറ്റ്വർക്കുകൾ ഇപ്പോൾ ആളുകൾക്ക് കൊടുത്തിരുന്നത്. നമ്മള് പത്രങ്ങൾ വായിച്ച് നമ്മുടെ വികാരം നമ്മുടെ സ്വന്തം മനസ്സ് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാലം മാറി. നമുക്കൊരു വാർത്തയോടുള്ള നമ്മുടെ സമീപനം, നമ്മുടെ രോഷം, നമ്മുടെ പ്രതിഷേധമൊക്കെ അപ്പൊ തന്നെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന വേദിയായി മാറിയിട്ടുണ്ട്. ഇത് തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞു. ഉമ്മൻചാണ്ടി എന്നല്ല, നമ്മുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും അവര് പറയുന്ന ഓരോ അബദ്ധങ്ങളും, അവര് പറയുന്ന ഓരോ സമീപനങ്ങളും അപ്പോൾ തന്നെ ജനങ്ങളുടെ ഇടയിൽ എത്തുന്ന കാലത്തേക്ക് മാറി എന്നുകൊണ്ട് തന്നെ അവർ തിരിച്ചറിയേണ്ട കാര്യം. അല്ലെങ്കിൽ പലരും പറയാറുണ്ട് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വിഭാഗത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, ഇതൊന്നും ജനങ്ങളുടെ ഇടയിൽ. പക്ഷെ ഇത്തരം സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ രൂപപ്പെടുന്ന അഭിപ്രായങ്ങളാണ് വാസ്തവത്തിൽ ജനങ്ങളുടെ അഭിപ്രായമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ പാളിച്ചയാണ് അബദ്ധങ്ങളും മറ്റൊന്നാണ്. കൃത്യമാണ്. അത് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നു, അവിടെ എത്രത്തോളം പോസിറ്റീവായി പെരുമാറാൻ സാധിക്കുന്നു എന്നുള്ളിടത്താണ് വസ്തുത എന്നുള്ളത്. കാരണം പാശ്ചാത്യ രാജ്യങ്ങളിലടക്കം നമ്മളത് കാണുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയം, ഇതൊരു തുടക്കമായി മാത്രം നമുക്ക് കാണാൻ സാധിക്കും ശ്രീ ഷാജൻ സ്കറിയ. അല്ല, അതായത് ഇപ്പൊ ഈ സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഇൻഫ്ലുവൻസ് ശരിക്കും ഫേസ്ബുക്കിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ്, ട്വിറ്ററിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കുറച്ച് കാലമായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഈ രാഷ്ട്രീയാധികാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉദാഹരണത്തിന് ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. കാരണം IT ആക്ട് പ്രകാരം അവർക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യത പോലുമുണ്ട്. ആ തരത്തിൽ ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പേജിൽ ഇത്ര ഗൗരവതരമായ കമന്റ് ചെയ്യണമെങ്കിൽ എത്രത്തോളം ഗൗരവം അർഹിക്കുന്ന വിഷയമാണ് എന്ന ബോധ്യം അവർക്കുള്ളത് കൊണ്ട് കൂടിയായിരിക്കില്ലേ?
അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ഗൗരവം ഇവർ തിരിച്ചറിഞ്ഞു. ഉദാഹരണത്തിന് അടുത്ത കാലത്തൊക്കെ പല കേസുകളും രാഷ്ട്രീയ നേതാക്കൾ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് കോഴിക്കോട് ഒരാളെ അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്തു. പല നേതാക്കളും എന്റെ പേരിൽ പോലും കേസുണ്ട്, ടോണി ചെമ്മണിയുടെ പരാതിയുടെ പേരിൽ. അപ്പം ഇത് തിരിച്ചറിയാനുള്ള വിവേകം രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ പലർക്കും ഇല്ല, അതുകൊണ്ടാണ് ഈ കേസിലേക്ക് പോകുന്നത്. പക്ഷെ ഉമ്മൻചാണ്ടി എന്തായാലും ഇതിന്റെ പേരിൽ നടപടിക്ക് പോകുന്ന എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ പോയാൽ വലിയൊരു രാഷ്ട്രീയ ദുരന്തമായിരിക്കും. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന നമ്മുടെ ഫ്രീ എക്സ്പ്രഷൻ എന്ന് പറയുന്ന സാധനത്തിന് ഏറ്റവും വലിയ പ്രതീകമാണ് ഈ ഫേസ്ബുക്കിലൂടെ ആളുകൾക്ക് അഭിപ്രായം പറയാൻ പറ്റും. ഇതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ കാണിക്കാം. കാരണം കുഞ്ഞാലിക്കുട്ടി അടുത്ത കാലത്ത് പരാതി കൊടുത്തിരിക്കുന്നു. അത് കാണിക്കത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. IT ആക്ട് അനുസരിച്ച് പരാതി കൊടുത്താൽ എടുക്കാൻ പറ്റുന്ന വകുപ്പിലുള്ള കമന്റുകൾ തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. പക്ഷെ ഈ IT ആക്ടിന്റെ കുഴപ്പമാണ്, ആളുകളുടെ കുഴപ്പമല്ല കേട്ടോ. ഞാൻ ഈ കമന്റുകൾ മുഴുവൻ വായിച്ചു നോക്കി, വളരെ രസകരമായി ചോദിച്ചിരുന്നു. ഭയങ്കര രസകരമായ കമന്റുകൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അതിനുള്ള വിവരക്കേട് ഉമ്മൻചാണ്ടി കാണിക്കത്തില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ടീമിലുള്ളവർ, കാരണം ഉമ്മൻചാണ്ടി ഒന്നും കാണണമെന്ന് നിർബന്ധമില്ലെന്നല്ല എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം മൊബൈൽ ഉപയോഗിക്കുന്ന അധികം കാലമായിട്ട്. എന്തായാലും അദ്ദേഹം ഫേസ്ബുക്ക് കാണുന്നത് ഞാൻ അറിയുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ഇത് മാനേജ് ചെയ്യുന്ന ആളുകൾ അതിനുള്ള വിവരക്കേട് കാണിക്കത്തില്ല ഞാൻ കരുതുന്നു. തീർച്ചയായും വളരെ നന്ദി ഷാജൻ സ്കറിയ, ഒപ്പം ഫക്രുദ്ദീൻ, ബഷീർ വള്ളിക്കുന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഭരണകർത്താക്കൾ അഴിമതികളിൽ കുളിച്ചു നിൽക്കുമ്പോൾ എത്തരത്തിലാണ് ജനങ്ങൾ അതിനെതിരെ ക്രിയാത്മകമായി പ്രതികരിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയായിരുന്നു ഒരർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഈ പോസ്റ്റ് എന്നുള്ളതായിരുന്നു വസ്തുത. അത് സംബന്ധിച്ച റിപ്പോർട്ടാണ്, വിഷയമാണ് ചർച്ച ചെയ്തത്.